ഹലോ. അപ്പോൾ നമ്മൾ 5th ഡേ ആണ്, ലണ്ടനിലെ 5th ഡേ. നമ്മൾ ഹോട്ടൽ ചെക്കൗട്ടൊക്കെ ചെയ്ത്, ലണ്ടനിൽ നിന്ന് ഹോട്ടൽ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇനി നമ്മൾ നേരെ എങ്ങോട്ടൊക്കെയാണ്? മാഞ്ചസ്റ്ററിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്റ്റേഷൻ വാട്ടർലൂ ആണ്. വാട്ടർലൂ നിന്നും നമ്മൾ മെട്രോ എടുത്തിട്ട് യൂസ്റ്റോൺ എന്നുള്ള സ്റ്റേഷനിലെത്തി. ഇതാണ് യൂസ്റ്റോൺ എന്നുള്ള സ്റ്റേഷന്. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമുക്ക് മാഞ്ചസ്റ്റർ പിക്കാഡിലിയിലേക്കുള്ള ട്രെയിൻ ഉള്ളത്. 10:33 ഇപ്പോൾ ട്രെയിന്. നമ്മളിപ്പോൾ സമയം 10:20. അവിടെ പ്ലാറ്റ്ഫോം ഒന്നും ഓപ്പൺ അല്ല, നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഏതായാലും 2 ദിവസം മുമ്പ് റിസർവ് ചെയ്തതിനെ കൊണ്ട് ആ ടിക്കറ്റ് കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നേരെ മാഞ്ചസ്റ്ററിലേക്ക്. അപ്പോൾ ഇതാണ് യൂസ്റ്റോൺ സ്റ്റേഷന്. ഇതൊരു വലിയ സ്റ്റേഷൻ തന്നെ കേട്ടോ. ലണ്ടനിലെ 4-5 വലിയ സ്റ്റേഷനിൽ ഒന്ന് തന്നെയാണ് യൂസ്റ്റോൺ. ഇവിടെ നിന്നാണ് നമുക്ക് മാഞ്ചസ്റ്റർ പിക്കാഡിലിയിലേക്കുള്ള ട്രെയിനൊക്കെ ഉള്ളത്. നമ്മളങ്ങനെ മാഞ്ചസ്റ്ററിലേക്കുള്ള ട്രെയിൻ കയറി. ഇപ്പോൾ 10:40 ഇനി 12:45 മാഞ്ചസ്റ്ററിൽ. അധികം തിരക്കൊന്നുമില്ല ട്രെയിനിൽ, കാരണം 1 മണിക്കൂർ കൂടുമ്പോൾ ഹ്യൂസ്റ്റോൺ മാഞ്ചസ്റ്ററിലേക്കുള്ള ട്രെയിൻ ഉണ്ട്. അപ്പോൾ അധികം തിരക്കൊന്നുമില്ല അതിൽ. പിന്നെ അത് മാത്രമല്ല, നമ്മളിത് യൂറയിലുണ്ട്, നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിസർവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൽ അധികം തിരക്കൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് സീറ്റിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളങ്ങനെ മാഞ്ചസ്റ്റർ പിക്കാഡിലി സ്റ്റേഷനിലെത്തി. നല്ല തിരക്കുള്ളൊരു സ്റ്റേഷനാട്ടോ അത്. ഇതാണോ, നേരെ പുറത്തിറങ്ങണം. നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. ലേറ്റായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലേ, തണുപ്പും കൂടിക്കിന്. നമ്മൾ ഹോട്ടലിലേക്ക് ഇവിടുന്ന് കാണിക്കുന്നത് 5 മിനിറ്റാണ്. നമുക്കിപ്പോൾ മാപ്പ് ഇട്ടിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങനെ നടക്കാം. നമ്മൾ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടത്തട്ടോ. അത് ഇവിടെ കാണാം മെറിക്യൂർ എന്ന് പറയുന്ന ഹോട്ടൽ. ഇപ്പോൾ സമയം 1:30 മണിയാണ്. ഇവിടെ ചെക്കിംഗ് ടൈം 3 മണിയാണ്. അപ്പോൾ നമ്മളെ ബഗേജ് അവിടെ വെച്ച് ഒരു സ്റ്റോറിൽ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അതുവരെ 3 മണിക്ക് ചെക്കിങ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ? അല്ലേ, അധികം വണ്ടികളൊന്നും ഇല്ലാത്തൊരു സ്ട്രീറ്റ് കേട്ടോ ഇവിടെ മാഞ്ചസ്റ്റർ പിക്കാഡിൽ. എനിക്ക് തോന്നുന്നു ഇവിടെ ട്രാം മാത്രമേ ഉള്ളൂ തോന്നുന്നു. ട്രാമിൻ്റെ അങ്ങനെ റെയിൽ കാണാം, ബാക്കിയുള്ള ബസ്സോ അങ്ങനത്തെ സർവീസൊന്നും ഇവിടെ കാണുന്നില്ല. വേറെ സൈഡിലായിരിക്കും ചിലപ്പോൾ. അയാളെ ഡാൻസ് കണ്ടല്ലോ, അതവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. നീ കളിക്കുന്നു. അപ്പോൾ നമ്മൾ ഹോട്ടൽ ചെക്കിങ് ടൈം ആയിട്ടില്ല. അപ്പോഴത്തേക്കും നമ്മൾ ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു. ലഞ്ച് കഴിക്കുകയാണ്. ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ മാഞ്ചസ്റ്ററിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ഇവിടുത്തെ ഓൾഡ് ട്രാൻസ്ഫോർഡ് സ്റ്റേഡിയം വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2 ദിവസം, ഇന്നും നാളെയും നമ്മളിവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നാളത്തേക്കാണ് നമ്മൾ ഓൾഡ് ട്രാൻസ്ഫോർഡ് സ്റ്റേഡിയത്തിൻ്റെ ടൈമിംഗ് കിട്ടിയിട്ടുള്ളത്, നാളെ 11 മണിക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ലിവർപൂളിലേക്ക് പോകാമെന്ന് ചോദിച്ചു. ലിവർപൂളിലേക്ക് ഇവിടുന്ന് 1 മണിക്കൂറുള്ളൂ ട്രെയിന് നമുക്ക് ഓൾറെഡി പാസ് ഉണ്ടായതിനെ കൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് ലിവർപൂൾ വരെ ഒന്ന് പോയി വരാമല്ലോ അല്ലേ? അപ്പം ലഞ്ച് കഴിക്കുന്നു, ഓട്ടോ ചെക്കിങ് ചെയ്യുന്നു. നമ്മൾ നേരെ ഇനി ട്രെയിനിൽ ലിവർപൂൾ പോവുക. കാരണം ലിവർപൂളിൽ മെയിനായിട്ട് പർപ്പസ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ബീറ്റിൽ സ്റ്റാച്യു ഉണ്ടല്ലോ, 4 ആളുകൾ നടക്കുന്നത്. ആ ബീറ്റിൽ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. നാളെ പിന്നെ നമുക്കിവിടെ മാഞ്ചസ്റ്റർ ഓൾഡ് ട്രാൻസ്ഫോർഡ് സ്റ്റേഡിയം കഴിഞ്ഞിട്ട് പിന്നെ മാഞ്ചസ്റ്റർ കംപ്ലീറ്റ് കാണാം അല്ലേ? ഓക്കെ. നമ്മുടെ മാഞ്ചസ്റ്ററത്തെ റൂം 9 to 8. ഇതാണ് നമ്മുടെ അടുത്ത 2 ദിവസത്തേക്കുള്ള റൂം. ഹലോ,
അടിപൊളിയല്ലോ അല്ലേ? ആ അത് നമ്മളെ ലണ്ടനത്തേനെക്കാട്ടും ഒരു നല്ല റൂം അല്ലേ? കുറച്ചുകൂടി ക്ലീനാണ്, കുറച്ചുകൂടി വലുപ്പമുള്ള എനിക്ക് തോന്നിക്കുന്നുണ്ട്. ഇതാ അവിടെ നമുക്ക് കാണാം മാഞ്ചസ്റ്റർ സിറ്റി കാണാം. നൈസ് റൂം. ബാത്റൂം, ബാത്തപ്പൊക്കെ ഉണ്ട്. മൂന്നേ കാലായി. ഞങ്ങൾ ഫ്രഷ് ആവണല്ലോ ഒന്ന്. ഓ നമ്മളേതായാലും ലിവർപൂളിൽ പോകാമെന്ന് വിചാരിച്ച്. ഇശൽ കാല് വേദനയായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇശൽ റൂമിൽ തന്നെ നിൽക്കുകയാണ്. അമലൊക്കെ അല്ലേ? അപ്പം ബാബയും അമലും തിരിച്ചിപ്പോൾ മാഞ്ചസ്റ്റർ പിക്കാഡിലി സ്റ്റേഷനിൽ നിന്നെത്തി. നമുക്ക് ഇവിടുന്ന് ട്രെയിനുണ്ട് ലിവർപൂളിലേക്ക്. 1 മണിക്കൂറുള്ളൂ. ഇതൊരു വലിയ സ്റ്റേഷനാട്ടോ മാഞ്ചസ്റ്റർ പിക്കാഡിലി. നമ്മുടെ പ്ലാറ്റ്ഫോം 14 ലിവർപൂളിലേക്കുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോം 14. ഇത് എത്ര ആൾക്കാരാണ് ഇവിടുന്ന്? അല്ലേ ഫുള്ളാളല്ലോ. ഇതൊക്കെ ലിവർപൂളിലേക്ക് ഉള്ളതാണ്. ട്രെയിനിന് ലൈറ്റാണ് തോന്നുന്നു, അതാണ് ഇത്രയും ആൾക്കാർ. ട്രെയിൻ വന്ന് ലിവർപൂളിലേക്കുള്ള ട്രെയിന്. ഒരുപാട് ആളുണ്ട് ട്രെയിനിൽ. അല്ലേ നമ്മൾ ലിവർപൂൾ ലൈം സ്ട്രീറ്റിലേക്കുള്ള ഇപ്പോൾ ട്രെയിനിലാണ്. ഇവിടുന്ന് 1 മണിക്കൂറാണ് ഇപ്പോൾ ഉള്ളത് ലിവർപൂളിലേക്ക്. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലിവർപൂൾ ലൈം സ്ട്രീറ്റ് സ്റ്റേഷനാണിത്. നമ്മളിപ്പോൾ കറക്റ്റ് 5 മണിക്ക് ഇവിടെ ട്രെയിൻ ഇറങ്ങി മാഞ്ചസ്റ്ററിൽ നിന്നും. അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്തപ്പോൾ ഈ ഏരിയയിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സെൻറ്റ് ജോർജ് ഹാൾ എന്ന് പറയുന്നത് ഇവിടെ കാണാം. ഒരു ഹാള്, അതിനായിട്ട് ഒരു ബീറ്റിൽ സ്റ്റാച്യു, പിന്നെ ലിവർപൂൾ വാട്ടർ ഫ്രണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോവാം. ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ കറങ്ങാം. അതാണിപ്പോൾ പ്ലാനിങ്. ഈ ലിവർപൂളിൽ മെയിനായിട്ട് വരാനുള്ള കാരണം 1-2 ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം. ലിവർപൂളിലാണ് ഈ ബീറ്റിൽ സ്റ്റാച്യു ഉണ്ടല്ലോ, അതായത് റോക്ക് ബാൻഡ് ബീറ്റിൽസിൻ്റെ സ്റ്റാച്യു. 4 ആളിങ്ങനെ നടക്കുന്ന ലിവർപൂളിൽ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ കാണാം. അവിടെ പോയിട്ട് ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. അതിനും വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ലിവർപൂളിൽ. ആണ് സെൻറ്റ് ജോർജ് ഹാള്. എനിക്ക് തോന്നുന്ന ഒരു ടൗൺ ഹാള് പോലത്തെ ഒരു എന്തോ സംഭവമായിരിക്കണം. ലിവർപൂൾ ലൈം സ്ട്രീറ്റ് സ്റ്റേഷൻ്റെ നേരെ മുമ്പിൽ തന്നെയാണുള്ളത്. ഇത് കണ്ടില്ല, ഇതൊരു 3-4 ഫ്ലോർ ഹൈറ്റിലുള്ള ബിൽഡിംഗ് കേട്ടോ. ഇതിൻ്റെ പില്ലറിൻ്റെ ഒക്കെ വലുപ്പം കണ്ടോ. സെൻറ്റ് ജോർജ് ഹാള്. ഇതിൻ്റെ അകത്ത് എന്താന്നുള്ളതാണ്. ഇവിടെ ഫ്രണ്ടിൽ ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ ലൈൻ നിൽക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലത്തെ ബിൽഡിങ് നീ എവിടെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇറ്റലിയിൽ പോയില്ലായിരുന്നോ? അവിടെ കണ്ടില്ലേ? റോമിൽ പോയപ്പോൾ കണ്ടില്ലായിരുന്നോ അതുപോലത്തെ? അല്ലേ, വെഡ്ഡിങ് ഫോട്ടോഷൂട്ടാ അല്ലേ? സെൻറ്റ് ജോർജ് ഹാള്. അപ്പുറത്ത് സ്റ്റെപ്പ് കയറാൻ പറ്റും. അവിടെ ഇപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, ഇവിടെ എന്താ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. സോറി. ഇവിടെ ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് എന്തോ. സെൻറ്റ് ജോർജ് ഹാളിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് എൻട്രൻസ് ഉണ്ടോ, എന്താ സംഭവം എന്നുള്ളതൊന്നും അറിയില്ല.
ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന കാണുന്നുണ്ട്, അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ ആയിട്ട് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ. നമ്മൾ ആ സെൻറ്റ് ജോർജ് ഹാളിൽ നിന്നും പിയർ ഹെഡിൻ്റെ ഭാഗത്തേക്ക് നടക്കാണ്. അതൊരു വാട്ടർ ഫ്രണ്ട് ഏരിയ ആണ്. അവിടെയാണ് ഈ ബീറ്റിൽ സ്റ്റാച്ചു ഒക്കെ ഉള്ളത്. ഇവിടുന്ന് 1 കിലോമീറ്റർ. ലിവർപൂൾ, നമുക്കിവിടെ ഇറങ്ങിയപ്പം തന്നെ ഒരുപാട് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നത്. Turn left on Victoria Street. ലിവർപൂളിൽ ഫുട്ബോളിന് ക്ലബ് തന്നെ ഉണ്ടായതിനെ കൊണ്ട് In 150 meters, turn right on Lord Street. നമ്മൾ മാഞ്ചസ്റ്ററിൽ ഇറങ്ങിയ സമയത്ത് അവിടെ അധികം ബസ്സൊന്നും കണ്ടില്ല, ട്രാമാണ്. പക്ഷേ ലിവർപൂളിൽ കണ്ടോ നമുക്കിങ്ങനെ ഒരുപാട് ബസ്സുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നീലാണ്, ലണ്ടൻ്റെ പോലെ അല്ലേ അല്ലേ? ഇവിടെ കംപ്ലീറ്റ് ബ്ലൂ. ആ ഗ്രീൻ ഉണ്ടല്ലോ. എവിടെ കേട്ടിട്ടുണ്ടോ ലിവർപൂളിൽ നിന്ന്? ആദ്യമായിട്ടാവുന്നു അല്ലേ ലിവർപൂള് കേൾക്കുന്നത് തന്നെ. ബാബ കേട്ടിട്ടുണ്ടല്ലോ, ബാബ ലിവർപൂളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഈ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് അറിയില്ല ലിവർപൂള്. ഫുട്ബോൾ ക്ലബ്ബില്ലേ ലിവർപൂളിൻ്റെ ഫാൻസ് ഒരുപാടുണ്ടാവും, ഓലൊക്കെ കേട്ടിട്ടുണ്ടാവും ലിവർപൂൾ. നമ്മളിതാ ഐസ്ക്രീമും പിടിച്ച് കിടക്കുക. എല്ലാരും നല്ല മൂഡിലാണല്ലോ അല്ലേ നമ്മള്. നല്ല സമയമാണ് ഇപ്പോൾ. വൈകിട്ട് 6 മണിയാവുമ്പോൾ തന്നെ അവിടെ ഈ വാക്കിംഗ് സ്ട്രീറ്റൊക്കെ ഭയങ്കര തിരക്കായി പോയി. അവിടെ പാട്ടും റെസ്റ്റോറൻറ്റും കോഫി ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ട്. ലിവർപൂൾ നമ്മളിപ്പോൾ എന്താ നടന്ന് ഈ പിയർ ഹെഡ് എന്നുള്ള ഭാഗത്തെത്തി. ഒരു വാട്ടർ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ നമുക്കിതാ ഈ ബീറ്റൽ സ്റ്റാച്യു ഇതാ അവിടെ കാണാം. അവിടെ വേറെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കാണാം. പിന്നെ ഇവിടെ കുറച്ച് നമുക്ക് വീഡിയോസൊക്കെ എടുക്കുക. നല്ലൊരു ഏരിയ, ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയ ആണിത്. ഇതാണ് പിയർ ഹെഡ്, ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയ ആണ്. നമുക്കിവിടെ കാണാം ഈ പിയർ ഹെഡിൽ 4 ബ്രോൺസ് സ്റ്റാച്യു കാണാം. ഇതിൽ ഇവിടെ മെയിനായിട്ടുള്ളൊരു എന്താണ് ഫോട്ടോ പോയിൻ്റാണ് ഈ ബ്രോൺസ് സ്റ്റാച്യു. അതായത് ഈ ബീറ്റിൽസ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട്, റോക്ക് മ്യൂസിക് ബാൻഡ്. ഈ ലിവർപൂളിലാണ് ആ മ്യൂസിക് ബാൻഡിൻ്റെ ജനനം. അതിലുള്ള 4 മെയിനായിട്ടുള്ള 4 മ്യൂസിഷ്യൻസിൻ്റെ സ്റ്റാച്യു ആണ് ഈ ആ ബീറ്റിൽസ് എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡിലെ 4 മ്യൂസിഷ്യൻസിൻ്റെ സ്റ്റാച്യു. നമുക്ക് അവിടെ കാണാം മ്യൂസിയം ഓഫ് ലിവർപൂൾ. പിന്നെ ഇതെന്താണ്, ഒരു റിവറാണ് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ ഷിപ്പൊക്കെ അവിടെ കാണാം. ക്രൂയിസ് ഷിപ്പുകളൊക്കെ നമുക്കൊന്നും കാണാം. നമ്മളും ആ ബീറ്റിൽ സ്റ്റാച്യുവിൻ്റെ മുമ്പിൽ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. ഇവിടെ ഒരു റിവർ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ഈ ക്രൂയിസൊക്കെ കിടക്കുന്നതാണ്. All you need is love. Amelo.
അവിടെ നിന്നോ, ബാക്കിൽ നിന്നോ, ബാക്കിലേക്ക്. ഇവിടെയാണ് മ്യൂസിയം ഓഫ് ലിവർപൂൾ. ഈ ഒരു ഭാഗത്ത് നമ്മൾ നോർവേയിൽ ഓസ്ലോയിൽ പോയ പോലെ ഉണ്ടല്ലേ നമ്മളെ അവിടെയുള്ള ഒരു ഒപ്പര ഹൗസ് കണ്ടില്ലേ, ഒപ്പര ഹൗസ്. നമ്മൾ അതിൻ്റെ മുകളിലേക്കൊക്കെ പോയി ആ ഒരു ഭാഗം പോലെ തോന്നിക്കില്ലേ അല്ലേ? നമ്മൾ ഈ ലിവർപൂൾ എന്നുള്ളത് മിക്കവാറും ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടല്ലോ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെയുള്ള ലിവർപൂൾ എന്നുള്ള ഫുട്ബോൾ ക്ലബ്ബ്, ആ നിലക്ക് കുറേ കേട്ടിട്ടുണ്ടാവും ലിവർപൂൾ എന്നുള്ള. രണ്ടാമത്തെ നമ്മൾ ഷിപ്പ് ഇല്ലേ, ടൈറ്റാനിക് ഷിപ്പിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും ലിവർപൂൾ എന്ന്. ശരിക്കും ലിവർപൂൾ എന്നല്ല ടൈറ്റാനിക്കിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത്, അത് സത്താംപ്ടൺ എന്നാണ്. പക്ഷേ ഈ ലിവർപൂളിലാണ് ആ ടൈറ്റാനിക്കിൻ്റെ ഷിപ്പിംഗ് കമ്പനിയായ വൈറ്റ് സ്റ്റാർ ലൈനിൻ്റെ ഹെഡ് ഓഫീസ് ഉള്ളത്. ആ വൈറ്റ് സ്റ്റാർ ലൈനിൻ്റെ ഹെഡ് ഓഫീസ് അവിടെ നിന്നാണ് ടൈറ്റാനിക്കിൻ്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസ്, ഡിസൈൻസ്, അതുപോലെ സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ്സ് സംഭവങ്ങളൊക്കെ നടക്കൽ ആ ഹെഡ് ഓഫീസിൽ നിന്നാണ്, അതായത് ഈ ലിവർപൂളത്തെ ഓഫീസിൽ നിന്നും. അത് മാത്രമല്ല ഈ ലിവർപൂളത്തെ ഒരുപാട് ആളുകൾ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലുള്ള സ്റ്റാഫ്, ക്രൂസ് ഒക്കെ ഈ ലിവർപൂളിൽ നിന്നുള്ള ആളുകളാണ്. അത് മാത്രമല്ല അതിൻ്റെ, അതായത് ഈ വൈറ്റ് സ്റ്റാർ ലൈനിൻ്റെ ചെയർമാൻ ബ്രൂസ് ഇസ്മൈൽ എന്നുള്ള ആൾ ജനിച്ചതും ഈ ലിവർപൂളിലാണ്. അതുകൊണ്ടാണ് ആ ടൈറ്റാനിക്കിൻ്റെ ബാക്കിൽ ഇങ്ങനെ ലിവർപൂൾ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഇവിടെയാണ് ആ അതിൽ വൈറ്റ് സ്റ്റാർ ലൈൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഹെഡ് ഓഫീസ്. അതുപോലെ തന്നെ ഇവിടെ ടൈറ്റാനിക് ഷിപ്പിൻ്റെ മ്യൂസിയം ഉണ്ട് കേട്ടോ. അവിടെ മ്യൂസിയം ഓഫ് ലിവർപൂൾ എന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് ഇവിടെ തന്നെയാണ് ടൈറ്റാനിക് ഷിപ്പിൻ്റെ മ്യൂസിയം ഉണ്ട്. ഓ, ടൈറ്റാനിക്കിൻ്റെ മെയിൻ മ്യൂസിയം കിടക്കുന്നത് ഇവിടെയാണ്, നമ്മുടെ നോർത്തേൺ അയർലൻഡ് ബെൽഫാസ്റ്റ്. അവിടെ നിന്നാണല്ലോ ടൈറ്റാനിക്കൊക്കെ ഉണ്ടാക്കിയത്. മ്യൂസിയം ഓഫ് ലിവർപൂൾ, ആൽബർട്ട് ഡോക്ക്, അങ്ങനെ ഡീറ്റെയിൽ സ്റ്റോറി. അങ്ങനെ എപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ബീറ്റിൽസ്. ഇവിടെ മ്യൂസിയം കാണുന്നുണ്ട്, മ്യൂസിയം ഓഫ് ലിവർപൂൾ. നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ പൂട്ടിയിട്ടില്ലേ, ഒന്ന് കയറിയായിരുന്നു അല്ലേ അമല? അതുപോലെ തന്നെ ഒന്ന് ടൈറ്റാനിക്കിൻ്റെ മ്യൂസിയത്തിലൊന്ന് കയറണമെന്നുണ്ട്. അപ്പോൾ സമയം 7 മണി ആവാനായി. അതാണ് അത് ഇതിൻ്റെ അടുത്ത് എവിടെയാണ്. ഇവിടെ കണ്ടോ ഒരുപാട് വിൻറ്റേജ് കാർസ്. നോക്ക്, ഡയമണ്ട് ക്യാബ്. നോക്കണേ, ഇവിടെ നോക്ക്, വീണോ. അത് കണ്ടോ, യെല്ലോ ക്യാബ് കമ്പനി 620. ഇതൊക്കെ ഏത് കാലത്തുള്ള വണ്ടികളാണോ? ഇവിടെ കാണാം ഒരുപാട് വിൻറ്റേജ് കാർസ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ചെളിയാട്ടെ. ഈ റിവറിൻ്റെ അവിടെ മാത്രമാണ് വെള്ളം ഉള്ളത്, ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഒന്നും അനക്കില്ല. ചളിയാണ്. ആ, ലോക്ക് നോക്ക്, ഫുള്ള് ലോക്ക്. ലവ് ലോക്ക് ഉണ്ടല്ലോ, റെസ്റ്റ് ഒന്ന് കേടോ എത്തിയിട്ടുണ്ട്. ഫുള്ള് ലോക്ക് തന്നെ അതിൻ്റെ മുകളിൽ. ഇതെന്താ തമ്മിലെ പടക്കാണോ? പടക്കം കണ്ടില്ലേ, കോപ്പല പടക്കം. Wait, I'm sorry, boss. Hey, it's okay. Albert Dock. അപ്പോൾ ഇവിടെ ആൽബർട്ട് ഡോക്ക്, ഇവിടെ ആണ് തോന്നുന്നത് എനിക്ക് ടൈറ്റാനിക് മ്യൂസിയം ഉള്ളത്. ഇവിടെ കംപ്ലീറ്റ് ഒരു എന്താ വിൻറ്റേജ് വണ്ടികളൊക്കെ കാണാം ഇവിടെ. ആൽബർട്ട് ഡോക്ക്.
നമ്മൾ നടന്നെത്തിയതാ ഈ മ്യൂസിയം ഓഫ് ലിവർപൂളിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. കാരണം ഇവിടെ ടൈറ്റാനിക് മ്യൂസിയം എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്താണോ അതിൻ്റെ അടുത്ത അവിടെ ആണ്. അപ്പോൾ ഒന്ന് കയറി നോക്കാമെന്നൊക്കെ വെച്ചാൽ പക്ഷെ ക്ലോസ് ആയി കിടക്കുന്നുണ്ട്. എൻ്റെ ടൈം കഴിഞ്ഞോ എന്നുള്ള അറിയില്ല. കാരണം ഇപ്പോൾ 7 മണിയാണ്. അതൊക്കെ പൂട്ടി കിടക്കുന്നുണ്ട്. ഇപ്പോൾ 8 മണിയായി. നമ്മളിതാ ലിവർപൂൾ ലൈം സ്ട്രീറ്റ് സ്റ്റേഷൻ്റെ അവിടെ തന്നെ എത്തി. നമ്മളെ ട്രെയിന് 8:20 കാണിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് 1 hour. ഇനിയിപ്പോൾ നമ്മളധികം ലേറ്റ് ആക്കണ്ട. നമ്മൾ തിരിച്ച് മാഞ്ചസ്റ്റർ പിക്കാഡിലി തന്നെ എത്തി. ഇതാ നമ്മളെ ട്രെയിൻ ഇതാ ഇങ്ങോട്ടേക്ക് 50 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇല്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മളെ ലിവർപൂളിലൊന്ന് പോകണമെന്നുണ്ടായിരുന്നു. അതൊക്കെ പോകാൻ പറ്റി. അതുപോലെ തന്നെ ആ ബീറ്റിൽസ് ആ സ്റ്റാച്യുവിൻ്റെ അവിടുന്ന് ഫോട്ടോ എടുത്ത് അവിടെ ഒന്ന് ഏരിയയിലൊക്കെ ഒന്ന് കറങ്ങി അല്ലേ. നമുക്കൊരു 4 മണിക്കൂർ 3.5-4 മണിക്കൂർ അവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. നാളെ ഇവിടെയൊക്കെ നാളെ മാഞ്ചസ്റ്ററിൽ നമ്മളെ മെയിനായിട്ട് ഓൾഡ് ട്രാഫേർഡ് സ്റ്റേഡിയം വിസിറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ മാഞ്ചസ്റ്ററിൽ വന്നിട്ടുള്ളത്. അത് നമുക്ക് നാളെയാണ്. ഓക്കെ, നമുക്ക് അടുത്തേൽ കാണാമല്ലേ. അപ്പോൾ ഈ ഇഷൽ ഉണ്ടാവും എന്ന് വിചാരിക്കല്ലേ. നാളെ ഇഷലിൻ്റെ വേദനയൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇഷൽക്ക് കാലുവേദന സുഖമായ മതിയായിരുന്നു. ഓക്കെ, അപ്പം അതുവരെ ടേക്ക് കെയർ. ബൈ.